ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും എഗ്ഗ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ഈസി പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻസൊക്കെ മിസ്സാവാതെ കിട്ടാൻ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ സവാള ആണ്. അപ്പോൾ സവാള കനം കുറഞ്ഞ് വേണം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാൻ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണും ഗരം മസാല 1/4 ടീസ്പൂണുമാണ്. അപ്പോൾ നോക്കിയിട്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകിലും കുരുമുളകിലൊക്കെ ചെറിയ ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സവാളയും പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഈ ഒരു സവാളയുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 6 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബ്രൗൺ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി എടുത്തിട്ടുള്ള ബ്രെഡ് ഞാനൊരു ബൗളിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ കൂടെ ഒന്ന് ഡിപ്പ് ചെയ്യാണ്. ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതിൽ വരുന്ന എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഇതുപോലെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മേലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളയുടെ മിക്സാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു 3 എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 6 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പീസ് നമുക്ക് ഈ ഒരു സവാളയുടെ മിക്സിൻ്റെ മേലായിട്ട് വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡ്സ് ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു മസാലയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകാതിരിക്കാൻ ഇതുപോലെ എല്ലാ സൈഡ്സും ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഒരു പഫ്സിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ്സൊക്കെ ഒന്ന് ക്രംസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കളയേണ്ട, ഇതുപോലെ നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് എടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് ഒരു ബ്രെഡ് ക്രംസിന് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളത് കൂടെ ഈ ഒരു രീതിയിൽ തന്നെ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഇതിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു കളർ ആവുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ നല്ലപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് മറ്റേ സൈഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റിയ ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് പപ്സ് ആണ്. നമുക്ക് പഫ് ഷീറ്റ് ഒന്നും വേണ്ട. ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്